നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കോഡൂർ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളും പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടി പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഭരണസമിതിയുടെ 5 വർഷ കാലയളവിൽ പഞ്ചായത്തിൻ്റെ സമഗ്ര മേഖലകളിലും ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് നേതൃനിരയിലെ പ്രമുഖനായിരുന്ന വൈലത്തൂർ സയ്യിദ് യൂസഫ് അൽ ജിലാനി തങ്ങളുടെ 9ാം ഉറൂസ് മുബാറക്കിന് ഒക്ടോബർ 17 വെള്ളിയാഴ്ച കൊടിയേറും. 3 ദിവസങ്ങളിലായി വൈലത്തൂർ നഴ്സറിപ്പടിയിലുള്ള മഖാം പരിസരത്ത് നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരൂർ ഉപജില്ലാ കലാമേള ലോഗോ പ്രകാശനം ചെയ്തു. നവംബർ 9 മുതൽ 12 വരെ കൂട്ടായി MMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് തിരൂർ ഉപജില്ലാ കലാമേള നടക്കുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 69 ലക്ഷം വകയിരുത്തി നിർമ്മിച്ച നിർമ്മരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ തേവർ കടപ്പുറം റിഫായി സ്മാരക സീവാൾ റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു. അഭിമാനാർഹമായ നേട്ടമാണ് 5 വർഷ കാലയളവിൽ ഇടപ്പാൾ ഗ്രാമപഞ്ചായത്തിന് കൈവരിക്കാനായതെന്ന് ഭരണസമിതി വികസന സദസ്സിൽ അവതരിപ്പിച്ചു. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായതാണ് ഇടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സൗരപ്രഭ പദ്ധതി. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരൂർ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ വർണ്ണം ഉദ്ഘാടനം ചെയ്തു. വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയസമ്പത്തുമായി ബ്രൈഡൽ ക്രാഫ്റ്റ് പുതിയ ഷോറൂം തിരൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി. നിർമ്മാണം പൂർത്തിയാക്കിയ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ ഉദ്ഘാടനം ഒക്ടോബർ 20 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് പ്രമുഖ ഗായകൻ ഹനാൻ ഷാ അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് അരങ്ങേറുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 15 ദേശീയ കൈകഴുകൽ ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് തിരൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിയാപുരം MLP സ്കൂളിൽ കൈകഴുകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വീഡിയോ പ്രദർശനവും നടന്നു. ഡോക്ടർ ഫൗസിയ ഷാനഹാസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. പ്രൊളറ്റേറിയൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഒക്ടോബർ 20 തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിക്കും. ക്യാമ്പ് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താനൂർ സബ് ജില്ലാ കായികമേളയിൽ താനൂർ ടൗൺ GMUP സ്കൂൾ സബ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. 3 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി EK ഷഹദിയ വ്യക്തിഗത ചാമ്പ്യനായി. ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് BMS മലപ്പുറം ജില്ലാ സെക്രട്ടറി L സതീഷ്. BMS കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു L സതീഷ്. കാൽനട പ്രചരണ ജാഥ ചിറക്കലിൽ നിന്നും ആരംഭിച്ച് താനൂർ നഗരത്തിൽ അവസാനിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും തുറന്നുകൊടുക്കാത്ത ജില്ലയിലെ ഏക ഓങ്കോളജി ആശുപത്രി കെട്ടിടം ക്യാൻസർ രോഗികൾക്കായി പൂർണ്ണമായും തുറന്നുകൊടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തിരൂർ വാർഷിക ജനറൽ ബോഡി ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റി സിഗ്നേച്ചർ ക്യാമ്പ് നടത്തി. DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.